Hi all, I will explain the topic SOAP. SOAP means Simple Object Access Protocol in Computer Security. ഓക്കെ, അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ് സർവീസ് സെക്യൂരിറ്റിയുടെ പാർട്ടായിട്ടാണ്. വെബ് സർവീസ് സെക്യൂരിറ്റി എന്താണ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് XML സെക്യൂരിറ്റി. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ ദിസ് വീഡിയോ ഐ വിൽ എക്സ്പ്ലെയിൻ ദ ടോപ്പിക് സോപ്പ്. എന്താണ് സോപ്പ് പ്രോട്ടോക്കോൾ? അപ്പോൾ അതിന് മുന്നേ എന്താണ് നമ്മൾ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ HTTP പ്രോട്ടോക്കോൾ നമുക്കറിയാം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതിനകത്ത് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെയറിൻ്റെ പേരാണ് സെക്യൂർ സോക്കറ്റ് ലെയർ. ആ ലെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലയൻറ്റും സെർവറും തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി. ഫസ്റ്റ്, അപ്പോൾ ഇത് രണ്ടുപേരും ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്തിരിക്കണം. ക്ലയൻറ്റും ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കണം, സെർവറും ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലയൻറ്റ് സെൻഡ് എ റിക്വസ്റ്റ് ടു ദി സെർവർ ത്രൂ ക്ലയൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് സെർവർ വെരിഫൈ ചെയ്യുന്നു. ദെൻ സെർവർ സെൻഡിങ് എ സർട്ടിഫിക്കറ്റ് ടു ദി ക്ലയൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിനർത്ഥം രണ്ടുപേരും ഓതൻറ്റിക്കേറ്റഡ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ HTTPയുടെ കേസിൽ നടക്കുന്നത്. ഇനി നമ്മൾ മൾട്ടിപ്പിൾ എൻവയോൺമെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ക്ലയൻറ്റ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വെബ് സെർവർ ആൻഡ് ഡേറ്റാബേസ് സെർവർ, രണ്ടുപേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയമാണ് മൾട്ടി സെർവർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ SSL ലെയർ യൂസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ പേരാണ് SOAP, സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ എന്താണ് SOAP എന്നുള്ള പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയാം. It is a client-server protocol for exchanging data between web service. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ദെൻ ഇതിനകത്ത് സോപ്പിനകത്ത് യൂസ് ചെയ്യുന്നത് XML ഫോർമാറ്റാണ്. മെസ്സേജിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് XML ഫോർമാറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമൽ മെസ്സേജ് അല്ല നമ്മൾ സെൻഡ് ചെയ്യുന്നത്, സോപ്പ് മെസ്സേജ് ആയിട്ട് ഇതിനെ മെസ്സേജിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇതിന് ആ മെസ്സേജാണ് നമ്മൾ HTTP പ്രോട്ടോക്കോളിൻ്റെ അല്ലെങ്കിൽ SMTP അല്ലെങ്കിൽ FTP പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടെ സെൻഡ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ SMTP വഴിയോ അല്ലെങ്കിൽ FTP വഴിയോ ആണ് ഈ സോപ്പ് മെസ്സേജ് നമ്മൾ ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. Okay, then it is another feature of SOAP is platform and language independent. നമ്മൾ പറഞ്ഞു ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് സോപ്പ് പ്രോട്ടോക്കോളിനകത്ത് സോപ്പ് മെസ്സേജ് ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സോപ്പ് മെസ്സേജിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് വൺ ഈസ് സോപ്പ് എൻവലപ്പ്. ഇപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കവറിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ മെക്കാനിസം വരുന്നുണ്ട്. അതായത് വെറുതെ ഒരു പേപ്പർ കൊടുക്കുന്നതിലും നല്ല, അത് സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സോപ്പ് എൻവലപ്പായിട്ടുള്ള ഒരു എൻവലപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോപ്പ് എൻവലപ്പിനകത്ത് രണ്ട് പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സോപ്പ് ഹെഡർ ആൻഡ് സെക്കൻഡ് ഈസ് സോപ്പ് ബോഡി. ഇപ്പോൾ ഹെഡറിനകത്ത് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. രണ്ടാമത്തെ മെസ്സേജിനകത്ത് സോപ്പ് മെസ്സേജിനകത്ത് എന്താണോ നമ്മുടെ കണ്ടൻറ്റ്, അതായത് പേലോഡ് ഓഫ് ദി ഡേറ്റ സെൻഡ് ചെയ്യേണ്ട ഡേറ്റ ഇൻഫർമേഷനാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യണത്. രണ്ടാമത്തെ മെസ്സേജിനകത്ത് വരുന്ന രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സോപ്പ് എൻകോഡിങ് റൂൾസാണ്. സോപ്പ് എൻകോഡിങ് റൂൾസ് മീൻസ് എങ്ങനെ നമുക്കൊരു ഡേറ്റ ടൈപ്പ് ഒരു ആപ്ലിക്കേഷനകത്ത് ഡിക്ലെയർ ചെയ്യാം എന്നതിനെ പറ്റി പറയുന്ന കുറേ സെറ്റ് ഓഫ് റൂൾസാണ് എൻകോഡിങ് റൂൾസ്. നെക്സ്റ്റ് പോയിൻ്റ്, നെക്സ്റ്റ് എലമെൻറ്റ് ഓഫ് ദി സോപ്പ് മെസ്സേജ് ഈസ് സോപ്പ് RPC റെപ്രസെൻറ്റേഷൻ. RPC മീൻസ് റിമോട്ട് പ്രൊസീജിയർ കോൾ.
അതിനകത്ത് പറയുന്നത് ഹൗ ടു എക്സ്പ്രസ് കോളിംഗ് ആൻഡ് റിപ്ലൈയിങ് ഓഫ് റിമോട്ട് പ്രോസസ്സ്. എങ്ങനെയാണ് ഒരു റിമോട്ട് പ്രോസസ്സ് കോൾ ചെയ്യുന്നത് റിപ്ലൈ ചെയ്യുന്നതെന്നാണ് അതിനകത്ത് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സോപ്പ് ബൈൻഡിങ്. സോപ്പ് ബൈൻഡിങ് മീൻസ് ഇറ്റ് ഈസ് എ മാപ്പിംഗ് ബിറ്റ്വീൻ സോപ്പ് മെസ്സേജ് ആൻഡ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒറിജിനൽ മെസ്സേജിനെ നമ്മൾ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സോപ്പ് മെസ്സേജ്. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യണം ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട്. ദാറ്റ് മീൻസ് HTTP അല്ലെങ്കിൽ FTP അല്ലെങ്കിൽ SMTP പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ മെസ്സേജിനെ ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു മെസ്സേജിനകത്ത്, അതായത് സോപ്പ് മെസ്സേജിനകത്തെ എലമെൻറ്റ്സ്. ഇനി എങ്ങനെയാണ് ഒരു സോപ്പ് എൻവലപ്പിനകത്തുള്ള എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ അതിനകത്ത് 2 പാർട്സാണുള്ളത്, ഒന്ന് ഹെഡറും ഒന്ന് ബോഡിയും. ഇതിനകത്ത് സോപ്പ് എൻവലപ്പിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോപ്പ് എൻവലപ്പിനകത്ത് മെയിനായിട്ടും 2 പാർട്സ് ഉണ്ട്. ഒന്ന് സോപ്പ് ഹെഡർ ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഈസ് സോപ്പ് ബോഡി. അതിൽ സോപ്പ് ഹെഡറിൽ വരുന്നത് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ്. That means it contains the application specific information such as authentication, addressing and routing information. അങ്ങനെയുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഈ ഹെഡർ പാർട്ടിലുണ്ട്. Then it also contains security key and encryption keys. ഇതൊരു ഓപ്ഷണൽ പാർട്ടാണ്, എഴുതണം നിർബന്ധമില്ല. നെക്സ്റ്റ് വൺ ഈസ് ബോഡി. ബോഡി പാർട്ട് ഇറ്റ് കണ്ടെയ്ൻസ് ദ ആക്ച്വൽ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് ഇത് എഴുതണമെന്ന് പറയാം. ഇതാണ് സോപ്പ് മെസ്സേജിൻ്റെ ഫോർമാറ്റ്. ആ ഫോർമാറ്റിനകത്ത് ഫസ്റ്റിലെ നമ്മൾ XML ഡോക്യുമെൻ്റാണിത്. അപ്പോൾ അതൊരു XML സോപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു XML ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് XML വേർഷൻ ഏതാണെന്ന് ഡിക്ലെയർ ചെയ്തു. ദെൻ സോപ്പ് എൻവലപ്പിനകത്ത് നമ്മൾ പറഞ്ഞു 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹെഡർ പാർട്ടും സെക്കൻഡ് വൺ ഈസ് ബോഡി പാർട്ടും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അതിൻ്റെ നെയിം സ്പേസ് കൊടുക്കുന്നു. ആ നെയിം സ്പേസാണ് നമ്മൾ ആദ്യം കൊടുത്തേക്കുന്നത്, XML നെയിം സ്പേസ്. ദെൻ അടുത്തത് സോപ്പിൻ്റെ ഹെഡറാണ്. ഹെഡർ ഓപ്ഷണൽ പാർട്ടാണ്. ദെൻ ആ സോപ്പ് ഹെഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്, ഹെഡിൻ്റെ സെക്ഷൻ എഴുതുന്നത്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എഴുതുന്നത്. രണ്ടാമത്തെ സോപ്പ് ബോഡി എന്നുള്ളൊരു ടാഗ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോഡി പാർട്സ് ഓഫ് ദി സോപ്പ് മെസ്സേജ് എഴുതുന്നത്. ലാസ്റ്റ് ആ എൻവലപ്പ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് എങ്ങനെയാണ് സോപ്പിനകത്ത് സെക്യൂരിറ്റി അച്ചീവ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള സെക്യൂരിറ്റി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓതൻറ്റിക്കേഷൻ ആണ്. കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് അൺഓതറൈസ്ഡ് യൂസേഴ്സ് കനോട്ട് ആക്സസ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന XML എൻക്രിപ്ഷൻ മെത്തേഡാണ്. അപ്പോൾ എന്താണ് XML എൻക്രിപ്ഷൻ? നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ XML സിഗ്നേച്ചർ എന്താണെന്നും പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോയിൻ്റ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി മീൻസ് നോ ഡേറ്റ മോഡിഫിക്കേഷൻ. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് XML സിഗ്നേച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ദ തേർഡ് പോയിൻ്റ് ഈസ് ഓതൻറ്റിക്കേഷൻ. ഓതൻറ്റിക്കേഷൻ മീൻസ് ക്ലയൻറ്റും സെർവറും ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പിനകത്ത് 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂസർ നെയിം ടോക്കൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബൈനറി ടോക്കൺ. ഓക്കെ, അപ്പോൾ ബൈനറി ടോക്കൺ നമ്മൾ കോമൺ ആയിട്ടും ഇതിനകത്ത് യൂസ് ചെയ്യാറില്ല. അത് കെർബറോസിലും X509 അപ്പോൾ ഇതിനകത്ത് നമ്മൾ X509ലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് യൂസർ നെയിം ടോക്കൺ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയാം. യൂസർ നെയിം ടോക്കൺ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുക്കുന്ന സംവിധാനം പോലെ സിമിലറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലയൻറ്റ്, ഇവിടെ ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ക്ലയൻറ്റാണ്, വെബ് സർവീസ് ക്ലയൻറ്റാണ്. അതായത് പേഷ്യൻ്റ് എന്ന് പറയുന്നത് വെബ് സർവീസ് ക്ലയൻറ്റായിട്ട് അസ്യൂം ചെയ്യുക. ദെൻ വെബ് സർവീസ് എന്ന് പറയുന്നത് ഡോക്ടറാണ് എങ്കിൽ ഫസ്റ്റ് ഒരു പേഷ്യൻ്റ് നമ്മൾ ആദ്യം ടോക്കൺ എടുത്തിട്ട് വേണം ഡോക്ടറെ കാണാനുള്ള പെർമിഷൻ കിട്ടാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും വെബ് സർവീസ് ക്ലയൻറ്റ് ഫസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ടു ദി സെക്യൂരിറ്റി ടോക്കൺ സർവീസ്. എന്തിനു വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ്? ഒരു ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ടോക്കൺ സർവീസ് എന്ത് ചെയ്യും, ഒരു ടോക്കൺ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ, അതായത് ഒരു മെസ്സേജ് ക്ലയൻറ്റ് സെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ ടോക്കണും കൂടി വെബ് സർവീസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യണം. ഇപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്കൺ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആ ടോക്കൺ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക്
ആ ഡോക്ടറിൽ നിന്നുള്ള പെർമിഷൻ, അവിടെ കയറാനുള്ള എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു ടോക്കണിന് വേണ്ടിയിട്ട്. ദെൻ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും ആ കോഡിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ ഇലമെൻറ്റ് നെയിം എന്ന് പറയുന്നത് യൂസർ നെയിം ടോക്കണാണ്. ദെൻ അതിനകത്ത് നമുക്ക് പാസ്വേഡും യൂസർ നെയിമും കൊടുക്കാനുള്ള പ്രൊവിഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓതൻറ്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബേസ്ഡ് ഓൺ ഈ യൂസർ നെയിം ടോക്കണിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 കൺസെപ്റ്റും സോപ്പ് സെക്യൂരിറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് എൻക്രിപ്ഷൻ, ആൻഡ് സെക്കൻഡ് ഈസ് ഇൻറ്റഗ്രിറ്റി, ആൻഡ് തേർഡ് വൺ ഈസ് എ ഓതൻറ്റിക്കേഷൻ മെത്തേഡ്. എങ്ങനെയാണ് ഈ സോപ്പിൻ്റെ അകത്ത് റിക്വസ്റ്റ് കൊടുക്കുന്നതും റെസ്പോൺസ് കിട്ടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അതിനൊരു സെറ്റ് ഓഫ് കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു XML കോഡാണ്. അപ്പോൾ XML വേർഷൻ എഴുതി. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ഒരു എൻവലപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോപ്പ് മെസ്സേജിനകത്ത് എപ്പോഴും ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻവലപ്പാണ്. അപ്പോൾ എൻവലപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഹെഡും ഉണ്ട്, ബോഡി പാർട്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് ഹെഡ് നമ്മൾ ഈ എക്സാമ്പിളിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ എൻവലപ്പിനകത്ത് നമുക്ക് നെയിം സ്പേസ് കൊടുക്കാം. ആ നെയിം സ്പേസ് ആണ് ഫസ്റ്റ് ലൈനിൽ കാണിച്ചേക്കുന്നത്. ദെൻ സോപ്പിൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഇവിടുത്തെ നമ്മുടെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ XML ഡോക്യുമെൻറ്റ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു അക്കൗണ്ട് നമ്പർ വേണം, എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വേണം, എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വേണം, ദെൻ എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിലെ ട്രാൻസ്ഫർ ഫണ്ട് എന്നുള്ളൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഫ്രം ഒരു ബാങ്കിൻ്റെ ഒരു എക്സാമ്പിളാണെന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ഫ്രം ഏത് അക്കൗണ്ടാണെന്ന് കൊടുക്കുന്നു. ദെൻ ടു ഏത് അക്കൗണ്ടിലേക്കാണെന്ന് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഈ ഫണ്ട് ട്രാൻസ്ഫർ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫണ്ട് ട്രാൻസ്ഫർ പെർഫോം ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ്. ഇനി നമുക്ക് ഇത് ആക്ടിവേറ്റ് ആയാൽ, അതായത് ഇതിൻ്റെ റെസ്പോൺസാണ് ഇനി അടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ റെസ്പോൺസിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമുക്കൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഫസ്റ്റ് അക്കൗണ്ടിൻ്റെ വാല്യൂ 100 കുറയും. ദെൻ സെക്കൻഡ് അക്കൗണ്ടിനകത്ത് 100 വാല്യൂ കൂടും. അതായത് 100 രൂപയാണ് നമ്മളോട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് എക്സാമ്പിൾ സഹിതം നോക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ റെസ്പോൺസാണ്. അപ്പോൾ റെസ്പോൺസിനകത്ത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സോപ്പിൻ്റെ എൻവലപ്പ് കൊടുത്തു, അതിനകത്ത് നെയിം സ്പേസ് കൊടുത്തു. ദെൻ ബോഡി പാർട്ടിൻ്റെ കേസിൽ നമ്മൾ ട്രാൻസ്ഫർ ഫണ്ട് തന്നെ, അതിനകത്ത് നമ്മൾ നെയിം സ്പേസ് എവിടെ നിന്നുള്ളതാണെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തു. ദെൻ നമുക്ക് 2 അക്കൗണ്ടിൽ ചേഞ്ച് വരുത്തണം. അതായത് ഫസ്റ്റ് അക്കൗണ്ട് അതിനകത്തൊരു അക്കൗണ്ട് നമ്പറുണ്ട്, ആ ബാലൻസ് നമുക്ക് 100 റുപ്പീസ് കുറഞ്ഞിട്ടുള്ള ബാലൻസ് കാണിക്കണം. ദെൻ മറ്റേ അക്കൗണ്ടിൽ 100 റുപ്പീസ് കൂടിയിട്ടുള്ള ബാലൻസ് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാലൻസ് എന്നുള്ളൊരു ടാഗ് ജനറേറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അക്കൗണ്ട്, ആ അക്കൗണ്ടിനൊരു ID ഉണ്ട്. ദെൻ ആ അക്കൗണ്ടിലെ ബാലൻസാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. അതായത് 100 കുറഞ്ഞിട്ടുള്ള ബാലൻസാണ്. ദെൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇതിന് അടുത്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിനകത്ത് നമുക്ക് ID ഉണ്ട്, ബാലൻസ് ഉണ്ട്. അപ്പോൾ അവിടെ 100 റുപ്പീസ് കൂടിയതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ദെൻ ആ ബാലൻസ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ റെസ്പോൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോപ്പ് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയാനുള്ള. സോപ്പ് മീൻസ് സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.